ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓടിക്കുക. കാരണം നിങ്ങളെയും കാത്ത് നിങ്ങളുടെ വീട്ടുകാർ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് ഒരു ഓർമ്മ എപ്പോഴും വേണം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചാനലാണ് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ വീഡിയോകൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. സോ എത്രത്തോളം ഞാൻ പറയുന്ന വോയിസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയാൻ മേല. നേരത്തെ നമ്മൾ കോഴിക്കോട് ബീച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്നിപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ വ്ളോഗ് അങ്ങ് ഷൂട്ട് ചെയ്യാണ്. ഇവിടെ എൻ്റെ കേരളം എന്ന് പറയുന്നത് എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് അതിനല്ല വന്നത്. നമ്മൾ വന്നത് ഇവിടെ ബീച്ചും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ ആൾക്കാരും കാര്യങ്ങളും ഇവിടെ ഇന്ന് സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിൽ വരുമ്പം എനിക്ക് ചൈൽഡ്ഹുഡ് ഓർമ്മയാണ്. കാരണം പല പ്രാവശ്യം പെങ്ങളെ വീട് ഇവിടെ തന്നെ ആയതുകൊണ്ട് പല പ്രാവശ്യം മുമ്പും വന്നിട്ടുണ്ട്. ഇപ്പോഴും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കോഴിക്കോട് ബീച്ചിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ നല്ല എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വരുമ്പം. നമുക്ക് എന്ത് ടെൻഷൻസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇവിടെ വന്നൊന്ന് ചില്ല് ചെയ്യുമ്പം അതൊക്കെ മാറിപ്പോകും. അതാണ് ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞത്. കോഴിക്കോടുള്ളവർ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം കോഴിക്കോട് ബീച്ചുണ്ട്, പാർക്കുണ്ട്, അതുപോലെ എല്ലാ സംഭവങ്ങളും, മിഠായി തെരുവുണ്ട്, പർച്ചേസ് ചെയ്യാൻ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ് കോഴിക്കോട്. മാത്രമല്ല ആളുകളൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. കോഴിക്കോട് നിങ്ങൾക്കറിയാം, ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. ഇപ്രാവശ്യം കോഴിക്കോട് ബീച്ചിൽ വന്നതിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതായത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി. എനിക്ക് കുഞ്ഞിലേ മുതൽ വളർന്നു വരുമ്പോൾ ഒരു പേടിയായിരുന്നു. അതായത് എൻ്റെ സ്റ്റോറികളൊക്കെ എൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ അറിയുമ്പം അവരെന്നെ വെറുക്കുമോ, ഞാൻ വളർത്തി വലുതാക്കി കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഞാൻ നോക്കിയ കുഞ്ഞുങ്ങൾ എൻ്റെ സ്റ്റോറി അറിയുമ്പോൾ എന്നെ വെറുക്കുമോ, അല്ലെങ്കിൽ എന്നെ ചേർത്ത് നിർത്തുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. കൂടുതലും 99% ഞാൻ വിചാരിച്ചു അവരെന്നെ വെറുത്തു പോകും എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഇത്തായുടെ വളർത്തലാവാം, അവൾ നല്ല രീതിയിൽ പിള്ളേരെ വളർത്തിയത് കൊണ്ടാവാം, കുഞ്ഞുങ്ങൾ ഒരിക്കലും എന്നെ വെറുത്തിട്ടില്ല. അത് പഠിച്ചതിനോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ്. എൻ്റെ ഇത്താൻ്റെ ഇളയ മോൻ നിയാസാണ് എന്നെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കാണിച്ചതും ഇവിടെ എല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യാൻ എന്നെ സഹായിച്ചതും. അത് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് അദ്ദേഹത്തോട്. കാരണം അദ്ദേഹം എന്നെ വെറുത്തില്ലെന്ന് മാത്രമല്ല, എൻ്റെ എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നു. ഇതാണ് നിയാസ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നല്ല തിരക്കുണ്ട്. കാരണം ഈ സമ്മേളനം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അല്ലെങ്കിൽ ഇത്ര തിരക്കുണ്ടാവാറില്ല. പക്ഷെ ഇന്ന് നല്ല തിരക്കുണ്ട്. അപ്പം ബീച്ചിന്റെ മറ്റ് കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. നേരത്തെ നമ്മൾ എന്താ പറയുക, ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണല്ലോ കാണിച്ചത്. ഭയങ്കര വെയിലുമാണ്. കാരണം ഇപ്പൊ സമയം ഏകദേശം 3:41 ആയിട്ടുണ്ട്. 4 മണി ആയിട്ടില്ല. നല്ല തിരക്കുമുണ്ട്. അപ്പം എന്താ പറയാ, ബീച്ചിന്റെ മറ്റു കാഴ്ചകളിലേക്ക് പോവാം. ബാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല സ്ത്രീയാണ് എൻ്റെ പെങ്ങള്. മുഹമ്മദ് നബിക്ക് ഫാത്തിമ ബിയുടെ സ്നേഹം എത്ര ഉണ്ടോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ പെങ്ങളുള്ള സ്നേഹം. അതെൻ്റെ കണ്ണടയുന്നതുവരെ അങ്ങനെ തന്നെ കാണും. ഞാൻ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സ്ത്രീയാണ് എൻ്റെ ചേച്ചി ഇത്ത. അപ്പം ഇത്തയുടെ മക്കളുടെ വേർപ്പിന്റെ ഫലമാണ് ഇപ്പം ഞാൻ അണിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഗ്ലാമർ ആയിരിക്കുന്ന എൻ്റെ ഒരു രഹസ്യം. കാരണം അവർ തന്ന ഷർട്ടും പാൻറ്റും ഒക്കെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അവരെ വേർപ്പിന്റെ ഫലമാണ്. അതിനും പഠിച്ചതിനോട് നന്ദി പറയുന്നു. കാരണം ആ പിള്ളേരെന്നെ സ്നേഹിക്കുന്നുണ്ട്, കൂടെ നിർത്തുന്നുണ്ടല്ലോ. അപ്പം നല്ല രീതിയിലുള്ള വെയിലുണ്ട്. പക്ഷേ വെയിലൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കലേ ഉണ്ടാവും. ഒരുപാട് പേര് ഈ വെയിലത്ത് തന്നെ കടലിറങ്ങി കടൽ എക്സ്പ്ലോർ ചെയ്യും, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ നമ്മളിതാ കടപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മെയിൻ എൻട്രൻസിലോട്ട്. നമ്മളിപ്പോ വെയിലും കാര്യങ്ങളും നോക്കുന്ന ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. കാരണം അത്രയും നല്ല വെയിലാണ്. പക്ഷെ ഏകദേശം 4 മണിയായി. എന്നാലും വെയിലിന് യാതൊരു കുറവുമില്ല. കുറച്ചേ ഒന്ന് വെയിൽ ഇതാകും. പക്ഷെ എന്നാലും ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം കടലിന്റെ കാഴ്ചകളും മറ്റു കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ബാ. എന്താ പറയുക, നമ്മൾ ഈ വെയിലത്ത് തന്നെ നല്ല ഒരു തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിൽ അറിയുന്നില്ല, എന്നാലും വെയിലുണ്ട്. കണ്ടറിയതണ്ട ഒരുപാട് പേര് ഈ വെയിലത്ത് തന്നെ ഒരുപാട് പേര് അവിടെ ബീച്ചും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്.
വെണ്ട് കീറില്ല, ഭൂമിയൊക്കെ വെണ്ട് കീറുന്ന പോലെ കടലിന്റെ രണ്ട് സൈഡായിട്ട് കരയിലിടുന്ന രണ്ട് വിണ്ട് കീറിയിട്ട് അതിലോട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പെട്ടികളാണ്, ഓരോന്നോരോന്ന് തുറന്നു വരുന്നതേ ഉള്ളൂ. ഫ്രണ്ടിലോട്ടൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കാണിക്കാം. നല്ല വെയിലാണ് ഗൈസ്, നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ വ്ലോഗ് പഠിക്കുന്നത്. കാരണം നല്ല വെയിലാണ്. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാറ് വെയിൽ, സഹിക്കാൻ പറ്റാത്ത നമ്മളത്തെ വെയിലാണ്. ഇവിടെ കണ്ടോ മറ്റൊരു മനോഹരമായ കാഴ്ച ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ ഒരു കൊടും ചൂടിന് ആശ്വാസം എന്ന പോലെ ഒരുപാട് തള്ളു വണ്ടികളുണ്ട്. അവിടെ ഐസ് കിട്ടും, ലൈം ജ്യൂസ് കിട്ടും, അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉപ്പിലിട്ടത് ഈ വെയിലത്ത് കഴിക്കാൻ പറ്റിയ നമുക്ക് ആശ്വാസമേയുള്ള ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസ് ഇവിടെ കിട്ടും. അതിപ്പം ഇളന്തപ്പഴമാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും എല്ലാ സാധനങ്ങളും, നെല്ലിക്കയാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ കിട്ടും. അങ്ങനത്തെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട്. അതൊരു പ്രത്യേക മനോഹാരിതയും മാത്രമല്ല ഈ വെയിലത്തുള്ള നമുക്കൊരു ആശ്വാസം കൂടെയാണ്. മനോഹരമായ കാഴ്ചയാണ്. എന്തോരം പേര് ഇത്രയും വെയിലായിട്ടും ഇത്ര അധികം ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത്രയും വെയിലും കൊണ്ട് നിൽക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ അധിക സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്ര അധികം വെയിലാണ്. ഒരുപാട് പേര് കണ്ടോ, ഒരുപാട് പേര്, പിള്ളേരാണ് ആമ്പിള്ളേർ, ഒരുപാട് പേര് ഈ സൈഡിലും ആ സൈഡിലൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എന്താ പറയാ, നമുക്ക് ഒത്തിരി നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രമാത്രം വെയിലാണ്, വെയിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സ്ഥലമാണ്. കുറച്ചും കൂടെ ഒരു വൈകുന്നേര സമയങ്ങളാണെങ്കിൽ ഇത്രയും വെയിലുണ്ടായിരുന്നു, കുറച്ചും കൂടെ നമുക്ക് ആസ്വദിച്ചുകൂടെ നിൽക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്രയും വെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കരിഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ സൺസ്ക്രീനും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞിട്ടുണ്ട്. കാരണം പുറമേ തന്നെ അത്രയും വെയിലാണ്. പിന്നെ ഈ കടപ്പുറത്ത് കൊണ്ടിവിടെ വന്നെന്ന് അറിയാലോ. അപ്പൊ അത്രമാത്രം വെയിലാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. അമ്മാതിരി വെയിലാണ്. ആദ്യ സമയത്തൊന്നും അങ്ങനെ ഇറങ്ങത്തില്ല. പക്ഷെ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും സ്കിന്നും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർ ഇത്രയും പൊരി വരുന്നു നമ്മളെ പോലെ ഒട്ടുപിടിച്ചുള്ള കുടിക്കാൻ ഇറങ്ങത്തില്ല. അല്ല ഈ അതുപോലെ പയ്യാനക്കല് അവിടെയുള്ള ആൾക്കാരൊക്കെ പൊതുവെ ഈ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ തന്നെയാണ് വന്ന് എൻജോയ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഉച്ച ടൈമിന് ഇവിടെയുള്ള ആൾക്കാരൊക്കെ മേ ബി പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും. വടകര അങ്ങനെ സ്ഥലത്തുള്ള ആൾക്കാരും പല എക്സിബിഷനും അല്ല പല കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന ആൾക്കാരായിരിക്കും ഈ ഒരു വെയിലത്ത് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഞാൻ അറിയില്ല. പിന്നെ പൊരിവലിൽ നേരെ കയറി വന്ന് ഇവിടുന്ന് ഒരു ജ്യൂസ് കുടിച്ചു. പിന്നെ ഈ വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട്. എൻ്റെ റിലേഷനിൽ ആദ്യമായിട്ടാണ് ഒരാൾ വ്ളോഗിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ലവ് യു, ബൈ ബൈ.